സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇതാദ്യമായി ക്രിസ്ത്യൻ വനിതയെ ബ്രിഗേഡിയറായി ഉയർത്തി പാകിസ്ഥാൻ സൈന്യം. 26 വർഷമായി പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോർപ്സിൻ്റെ പാത്തോളജിസ്റ്റായ ഹെലൻ മേരി റോബർട്ട്സ് ആണ് ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. 241.5 ദശലക്ഷം ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഇത്രയും ഉയർന്ന റാങ്ക് നേടുന്ന ആദ്യ വനിതയാണ് ഹെലൻ മേരി. പാകിസ്ഥാൻ സ്ത്രീകൾ ഒരു മേഖലയിലും പുരുഷന്മാരെക്കാൾ കുറവല്ലെന്ന് തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ബ്രിഗേഡിയർ ഹെലൻ മേരി റോബർട്ട്സ് തെളിയിച്ചതായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ക്രൈസ്തവരുൾപ്പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ വിവേചനങ്ങളാണ് പാകിസ്ഥാനിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 1.59% മാത്രം ജനസംഖ്യയുള്ള ക്രിസ്ത്യാനികൾ ക്രൂരമായ മതനിന്ദാ നിയമത്തിന് വിധേയരാക്കപ്പെടുന്നുമുണ്ട്. മതനിന്ദ ആരോപിച്ച് 74-കാരനായ നസീർ മസിഹിനെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനമില്ലാത്ത ദരിദ്രരും പിന്നാക്കം നിൽക്കുന്നവരുമായ വിഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെടുന്നു. പ്രധാന നഗരങ്ങളിലാണ് താമസിക്കുന്നതെങ്കിലും അവരിൽ പലരും ശുചീകരണ തൊഴിലാളികൾ എന്ന നിലയിൽ മോശം ശമ്പളമുള്ള ജോലി ചെയ്യുന്നു. മതന്യൂനപക്ഷങ്ങൾക്കായി ശുചിത്വ പോസ്റ്റുകൾ സംവരണം ചെയ്യുന്ന വ്യവസ്ഥാപിത നയമാണ് പാകിസ്ഥാനിലുള്ളത്. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള പ്രോത്സാഹനമാണെന്നും ആണവ സായുധ മേഖലയിൽ വൻ സ്വാധീനമുള്ള പാകിസ്ഥാൻ സൈന്യം അവളുടെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തെ അംഗീകരിച്ചിരിക്കുകയാണെന്നും പ്രമുഖർ അഭിപ്രായപ്പെട്ടു. ഒരു ക്രിസ്ത്യൻ വനിതയെ ബ്രിഗേഡിയറായി ഉയർത്താൻ സൈന്യം 76 വർഷമെടുത്തെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ ഹെലൻ മേരിയുടെ നിയമനം പാക് ക്രൈസ്തവർക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു.